السلام عليكم ورحمة الله وبركاته. وعليكم الحمد لله السلام الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة الثالثة من جلسات سورة المائدة، وسنتحدث اليوم من آية 7 إلى آية 13 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. وعد الله الذين آمنوا وعملوا الصالحات لهم مغفرة وأجر عظيم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم فكف أيديهم عنكم واتقوا الله وعلى الله فليتوكل المؤمنون. ولقد أخذ الله ميثاق بني إسرائيل وبعثنا منهم 12 نقيبا وقال الله إني معكم لئن أقمتم الصلاة وآتيتم الزكاة وآمنتم برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. فبما نقضهم ميثاقهم لعناهم وجعلنا قلوبهم قاسية يحرفون الكلم عن مواضعه ونسوا حظا مما ذكروا به ولا تزال تطلع على خائنة منهم إلا قليلا منهم فاعف عنهم واصفح إن الله يحب المحسنين. നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? ഇല്ലേ? എത്ര നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ? നിങ്ങളുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പ് നമ്പർ?
ഓക്കെ, നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളത് ആവേണ്ടതിലേക്ക്. എത്ര നമ്പർ? ആയത്ത് നമ്പർ 6. സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ ചെറിയൊരു ക്ലാസ് റൂം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആറാമത്തെ സൂക്തം അവസാനം വരെ പറഞ്ഞു. ആറാമത്തെ സൂക്തത്തിൽ അവസാനം എന്താ പറഞ്ഞത്? തയമ്മം ചെയ്യുക, ഒതുകൊടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒതുകൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരാള് ഒതുകൊടുക്കുന്നതിന്റെ ഖുർആനിൽ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഒതു എടുക്കുമ്പോഴത്തേക്ക് നിയ്യത്ത് ചെയ്യണം, പിന്നെ എന്താണ് കൈപ്പറ്റി കഴിയണം, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതെല്ലാം എന്താണ്? അതിന്റെ വിശദാംശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ക്രമമാണ്. അപ്പോൾ ഫർളായ കാര്യങ്ങളാണ് ഖുർആനിൽ പറയുന്നത്. വളുവിന്റെയും തയമ്മുമിന്റെയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്? ഫർളായ കാര്യം, നിർബന്ധമായ കാര്യം. അത് എന്താണ് ഫർള്, എന്താണ് സുന്നത്തൊക്കെ നമ്മൾ വേറെ വിഷയമാണ്. എല്ലാം പറയാൻ നമ്മൾ ഒരുപാട് സമയം. എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഖുർആനിൽ പറഞ്ഞതാണ് നിർബന്ധ കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ഇതുകൊണ്ട് മാത്രം ഒതുവോ പൂർത്തിയാകും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് പ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പോ നിയ്യത്ത് മുതൽ തുടങ്ങും. അപ്പൊ നിയ്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ നിയ്യത്ത് എന്താണ്? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ദീനിനെ അഥവാ അനുസരണത്തെ, സമർപ്പണത്തെ അവന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെയാണ് നിയ്യത്ത് വരുന്ന. നിയ്യത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് നിയ്യത്തിനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നിയ്യത്ത് പ്രകാരമാണ് എല്ലാ പ്രവർത്തനങ്ങളും പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ എല്ലാ ആരാധനകളുടെയും നിയ്യത്ത് എന്താണ്? ഫർള് തന്നെയാണ്, നിർബന്ധം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഫർളായ കാര്യങ്ങൾ. ബാക്കിയെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അപ്രകാരമാണ് ചെയ്യേണ്ടത്. ഫർളും സുന്നത്തൊക്കെ തമ്മിൽ വ്യത്യാസം വരുന്നത് നമ്മൾ അതിന്റെ വിശദാംശങ്ങളിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഉത്തരം വന്നപ്പോൾ ആ ഉത്തരത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു. ആ ചോദ്യത്തിന് വിശദീകരണം അവർ തന്നില്ല. അത് പൊതുവിൽ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ഖുർആനിൽ ഇത്ര മാത്രം പറഞ്ഞു, ഹദീസിൽ അത് മാത്രം പറഞ്ഞിട്ടില്ല? ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും ഇത് ചെയ്താൽ മാത്രമേ ഒതു പൂർത്തിയാവുകയുള്ളൂ. ബാക്കി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രകാരം ചെയ്യാൻ പറഞ്ഞ പൂർത്തീകരണമാണ്. ഇതാണ് അത് സംബന്ധമായിട്ട് പറയാം. ഏഴാമത്തെ സൂക്തം വദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി. മീസാഖിന്റെ ബഹുവചനമാണ് എന്ത്? മീസാഖിന്റെ ബഹുവചനം എന്ത് പറഞ്ഞു? മവാസിഖ്. മീസാഖുൻ മവാസിഖു. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് എന്തായി? അത് വയറ് മുൻസരിഫ് ആയി. വാസഖ യുവാസിഖു എന്നതാണ് അതിന്റെ ക്രിയ. വാസഖ യുവാസിഖു, കരാർ ചെയ്തു. അപ്പോ വദ്കുറൂ നിഅമതല്ലാഹ്, അള്ളാന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹ് നൽകിയിരിക്കുന്ന നിഅമത്ത് ഓർമ്മിക്കുക. വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി, നിങ്ങളോട് വാസഖകും, അവൻ നിങ്ങളോട് കരാർ വാങ്ങിയ കരാറിനെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. ഇപ്പൊ ബനൂ ഇസ്രായേലുകാരോട് അവരുടെ മീസാഖിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ എന്താ മീസാഖ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. എല്ലാ ദിവസവും നമ്മൾ കഴിഞ്ഞൊരു പ്രാവശ്യം നിർബന്ധമായിട്ടും
ഈ കരാർ ചെയ്തുകൊണ്ടിരിക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഓർക്കണം. അതേപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുപാട് മീസാക്ക് വരുന്നുണ്ട്. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചാൽ ആവർത്തിച്ച് നമ്മൾ അള്ളാഹുമായി കരാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് ഒരു കരാറാണ്. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇത് രണ്ടും എന്താണ്? വാജിബായി നിർബന്ധമായി നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലേക്ക് പ്രവേശിക്കുമ്പോഴും പറയുന്നുണ്ട്. അത് തുടർന്ന് നമ്മൾ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഇത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. അപ്പോ ഞാൻ സാക്ഷിയാണ് എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ സാക്ഷിയാണ്, അള്ളാഹ് ഏകനാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ ദൂതനാണ്. അപ്പോ അള്ളാഹിന്റെ ദൂതൻ എന്താണ് പഠിപ്പിച്ചത് അതായിരിക്കും എന്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അള്ളാഹ് എന്താണ് പഠിപ്പിച്ചത് അതെന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന ആ കരാർ നമ്മൾ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലഡ്ജാണ് അത്, സത്യപ്രതിജ്ഞ പോലെയാണ്. സത്യപ്രതിജ്ഞയുടെ ലംഘനം ഉണ്ടാകാൻ പാടില്ല. ഇത് കൊളുത്തും സമേന വാതാന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സന്ദർഭം. അപ്പോ ബനൂ ഇസ്രായേലുകാരോട് അള്ളാഹ് പ്രത്യേകം കരാർ വാങ്ങിയ സന്ദർഭത്തിൽ എന്ത് ചെയ്തു? സമേന വാതാന എന്ന് പറയാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടിരിക്കുന്നു, നമ്മൾ അൽബക്കറുടെ അവസാനം നമ്മൾ പഠിച്ചു. കാലു സമേന വാതാന. വിശ്വാസികളുടെ കാര്യം എന്താണ്? സമേന വാതാന, നിങ്ങൾ കേട്ടിരിക്കുന്നു, മനസ്സിലായി. ശമ്പളം താഴ്ത്തും എന്താണ്? അനിവാര്യമായ സംഗതികളാണ്. ശമ്പളം താഴ്ത്തും ആമർക്കും ബിഹംസിൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് 5 കാര്യം കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അസ്സമഉ അൽ ജമാഅത്തു അസ്സമഉ അത്താഅത്തു വൽ ഹിജ്റത്തു. അമർക്കും ബിഹംസിൻ 5 കാര്യങ്ങളോട് കൽപ്പിക്കുന്നു. ഒന്നെന്താ? അൽ ജമാഅത്തു, പിന്നെന്താ? അസ്സമഉ, അൽ ജമാഅത്തു വസ്സമഉ വത്താഅത്തു വൽ ഹിജ്റത്തു. ഒരു കാര്യം കൂടി, 5 കാര്യങ്ങൾ കൽപ്പിച്ചത് എന്താണ്? അതിൽ പറഞ്ഞതെല്ലാം ഹിജ്റ ഒഴിച്ച് ബാക്കിയെല്ലാം നേതൃത്വവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പൊ സമം താഴത്ത് എന്താണ്? അനിവാര്യമായ സംഗതിയാണ്. അതാണ് ഇവിടെയും പറഞ്ഞത്. സമീന വാഫ വത്തഖുല്ലാഹ്, അള്ളാഹെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, അള്ളാഹ് ഹൃദയങ്ങളിൽ ഇരിക്കുന്നതിന്, ദാത്ത് സുദൂർ ഹൃദയങ്ങളിൽ ഉള്ളത്, ഹാവിൻ ദാത്തി സുദൂർ. ദാത്തിന്റെ പുല്ലിംഗം ഏതാണ്? ജൂ ആണ്. അപ്പൊ ദാത്തിന്റെ ബഹുവചനം ദാത്തിന്റെ ദാല്, അതേപോലെ ജവാത്ത്. എനിക്കുന്ന ജവാത്തു ഹംലിൻ, സൂറത്ത് തലാഖിലല്ലേ? അജ്ലഹുന്ന യദഅന ഹംലഹുന്ന. അപ്പോ ജവാത്ത് അതിന്റെ ദാത്തിന്റെ ബഹുവചനമാണ് ജവാത്ത്. ദാത്തി സുദൂർ ഹൃദയങ്ങളിലുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീൻ, കൂനൂ നിങ്ങളാകൂ എന്താകണം? ഖവ്വാമീൻ. എന്താകണം? വെറുതെ നിന്നാ പോലെ നേരെ നിൽക്കുന്നവരാകാം, നേരെ നിലകൊള്ളുന്നവരാകാം, നേരെ നിലകൊള്ളുന്നവർ. മേലാളന്മാരായിക്കോട്ടെ. അപ്പൊ എന്തായി? അത് നോക്കി നടത്തുന്നവർ, നിർത്തുന്നവർ, അതിനെ ഒന്നിനെ നിർത്തുന്നവർ അല്ലെങ്കിൽ നേരെ നിലകൊള്ളുന്നവർ. നിർത്തുന്നവൻ അല്ലെങ്കിൽ നേരെ നിലകൊള്ളും. നേരെ നിൽക്കണം അല്ലെങ്കിൽ നിർത്തണം. നേരെ നിൽക്കണം. അപ്പൊ ആ നേരെ നിർത്തുന്നവരെന്ന അർത്ഥത്തിലാണ് മേലാളന്മാരെന്ന് എവിടെയെങ്കിലും പരിഭാഷപ്പെടുത്തുകയുണ്ടാവുക. എനിക്കറിയില്ല എവിടെയെങ്കിലും ചെയ്തു. അപ്പൊ എന്താകണം? അത് നിങ്ങളാകണം. ഖവ്വാമീന ബിൽ ഖിസ്ത്, നേരെ നിലകൊള്ളുന്നവർ. എന്തിനു നിലകൊള്ളുന്നവരാകണം? നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീൻ. ഇതെന്താണ്? ഓർഡറാണ്, അള്ളാന്റെ കൽപ്പനകളാണ്, അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്നതാണ്. ഇത് വേറെ ഇതൊന്നുമില്ല.
കുനു കവ്വാമീന ലില്ലാഹി. നിങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നത്? ലില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഷുഹദാ, സാക്ഷിയായിക്കൊണ്ട്, നീതിക്ക് വേണ്ടി. കുനു കവ്വാമീന ബിൽ ഖിസ്ത് എന്ന് വേറെ എവിടെ പറഞ്ഞിട്ടുണ്ട്? എന്റെ വായിൽ ആദ്യം ഈ രണ്ടും തിരിച്ചും മറിച്ചും പറഞ്ഞു. കുനു കവ്വാമീന ബിൽ ഖിസ്തി ഷുഹദാ ലില്ലാഹി. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം, അള്ളാഹ്ക്ക് സാക്ഷിയായിക്കൊണ്ട്. ഇവിടെ പറഞ്ഞെന്താ? നിങ്ങൾ നീതിക്ക് സാക്ഷിയാകുന്നവരായിക്കൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഒന്നുകിൽ നീതിക്ക് വേണ്ടി ഒരു ഭാഗം പറഞ്ഞ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം, രണ്ടാമത് പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം. നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി സാക്ഷിയാകണം, അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നീതിക്ക് സാക്ഷിയാകണം. എന്താണ്? രണ്ടും പരസ്പര പൂരകങ്ങളാണ്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ വലാ യജ്രിമന്നകും ശറമ യജ്രിമു. തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തുടക്കത്തിൽ? വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം എന്ന് നേരത്തെ വെച്ചു. അപ്പൊ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ശനആന ഖൗമിൻ, ഒരു കൗമിനോടുള്ള ശനആൻ എന്താണ്? ശത്രു സമൂഹം, ശത്രുത. ശത്രുത, ശത്രു. ശനആന ഖൗമിൻ, ഒരു ജനതയോടുള്ള ശത്രുത നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ഇത് ഇസ്ലാമിന്റെ ഒരു ഫിലോസഫി, ഒരു ഫണ്ടമെന്റൽ പോയിന്റാണ്, അടിസ്ഥാന തത്വമാണ്. നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അങ്ങനെയല്ല. ഒരാളോട് ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുവിനെതിരെ എന്ത് ചെയ്യാമെന്നുള്ള ധാരണ. അങ്ങനെയല്ല. ശത്രുവിനോട് നീതി ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ പാടില്ല. രാജ്യമെന്നക്കും നിങ്ങൾ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ. നിങ്ങളുടെ തെറ്റ് അല്ലാത്ത ആചര്യവും, നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കാതിരിക്കുക എന്ന തെറ്റ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരാളോട് ശത്രുതയുണ്ടെങ്കിൽ, ശത്രു ആണെങ്കിൽ പോലും അവരോട് നീതിപൂർവ്വമേ പെരുമാറാവൂ. പിന്നെ വീണ്ടും പറഞ്ഞു എതിരു, നേരത്തെ പറഞ്ഞ പോലെ കൽപ്പനയാണ്, നീതി പാലിക്കൂ. അപ്പൊ അദിലും ഖിസ്തും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. നീതിയും ന്യായവും. നേരത്തെ പറഞ്ഞ ഷുഹദാ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. ഈ അതിലിനെ മറ്റൊരു പദമാണ് ഖിസ്ത്, നീതി. അപ്പൊ നീതി, ന്യായത്തിന് വേണ്ടി നിലകൊള്ളുക, അത് സ്ഥാപിക്കുക, അത് നിലനിർത്തുക, ഇതൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തിൽപ്പെട്ടതാണ്. ഈ ഷഹാദത്തുൽ ഹഖിന്റെ മറ്റ് രൂപമായിട്ടും പറയുന്നുണ്ട്. അവർക്ക് എന്ത് കിട്ടും? അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് ലഭിക്കും എന്ന് മാത്രമല്ല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ? ഓഫർ കൊടുത്തിരിക്കുകയാണ്. ഓഫർ കൊടുത്തിരിക്കുകയാണ് അല്ലേ? വാദ അല്ലേ? വാദ, അതെ, കരാർ ചെയ്തിരിക്കുന്നു, വാഗ്ദാനം ചെയ്തു അല്ലെങ്കിൽ കരാർ ചെയ്തു. അപ്പൊ എന്തായി? എവിടെയെങ്കിലും ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ചാടി വീഴും അല്ലേ? ഇവിടെ തന്നിരിക്കുന്ന ഓഫർ എന്താ? ലഹും മഗ്ഫിറത്ത്, പാപമോചനം, അജ്റുൻ അളീം, മഹത്തായ പ്രതിഫലങ്ങൾ. അവിടെ നമ്മൾ ചാടി വീഴാൻ കഴിയണം. മഗ്ഫിറത്ത് ലഭിക്കുക എന്നത് എന്താണ്? നമ്മളെ മുഴുവൻ പ്യൂരിഫൈ ചെയ്യുക എന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള അഴുക്കുകളും എടുത്തു മാറ്റി നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക. ഹൃദയം സംശുദ്ധമായ ഹൃദയത്തോടു കൂടി അള്ളാഹിനടുക്കൽ ചെല്ലുക. അല്ലെങ്കിൽ അള്ളാഹിനടുക്കൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പാപമോചനം തരിക. തെറ്റുകൾക്ക്, ചെറിയ തെറ്റുകൾക്ക് പാപമോചനം നൽകുക. പിന്നെന്താണ്? മഹത്തായ പ്രതിഫലം നൽകുക. ഇതാണ് ഓഫർ. ഇത്രയും വലിയ ഓഫർ നമുക്ക്, ആ ഓഫറിൽ നമ്മൾ എന്താണ്? താല്പര്യം ജനിക്കണം. അത് നേടിയെടുക്കാനുള്ള പ്രേരകം ആകണം. നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അതിന്റെ പ്രേരകമായി തീരണം. അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം?
ഓർഗനൈസ് ചെയ്യണം, റീഓർഗനൈസ് ചെയ്യണം, ഒളിച്ചു പാർക്കണം. ഈ നേരെ തിരിച്ചാണെങ്കിൽ വലദീന കഫറു, സത്യനിഷേധികൾ, കസ്സബൂബി ആയാത്തിന, അവരെ സംബന്ധിച്ചോളം അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്യും. ഉലൈക അസ്ഹാബുൽ ജഹീം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഈമാനെ കുറിച്ച് പറഞ്ഞു. ഈമാൻ ഉള്ളവർക്ക് ഇത് ഇത്രയും വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നീട് എന്താ പറഞ്ഞത്? കുഫറിനെ കുറിച്ച് പറഞ്ഞു. കുഫറും തക്ദീബും പറഞ്ഞു. കസ്സബൂബി ആയത്തിന, നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നത്. കാരണം അള്ളാന്റെ ആയത്തുകളോട് അവഗണനയോ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ അതേപോലെ അതിനോട് വിമുഖത കാണിക്കുകയോ ഒക്കെ ചെയ്താൽ എന്തായി? കുഫർ അത് മുഖേന ആയിത്തീരും. അല്ലാതെ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം എഴുതി കൊടുത്തിരിക്കുകയല്ല. അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. കാപട്യം, കുഫർ, നിഫാഖ് ഇതെല്ലാം ഒരു വിഭാഗം ആൾക്കാർക്ക് എഴുതി കൊടുത്തിരിക്കുകയല്ല. നമ്മൾ വിചാരിക്കുന്ന അങ്ങനെ കുറച്ച് ആൾക്കാർക്കുള്ളതായത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് കടന്നുകൂടും. ഒരു നിഷ്കളങ്കനായ സഹാബി, അടുത്ത നിഷ്കളങ്കനായ സഹാബിയുടെ അടുക്കൽ പറയുകയാണ്, നാഫക്കത്ത് ഹൻമല, ഹൻമല നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. അദ്ദേഹം പൊട്ടിക്കരിയുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പൊട്ടിക്കരിയുക. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാഫക്കത്ത് ഹൻമല, ഹൻമല മുനാഫിഖായി പോയി. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതേ അനുഭവം തന്നെ ഷെയർ ചെയ്യുക. അവരെ രണ്ടുപേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് അവരുടെ വ്യഥകൾ അഴിച്ചു വെച്ച് അതിൽ നിന്ന് മുക്തരായി തിരിച്ചു വരുന്ന സംഗതിയാണ് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, അവരുടെ മനസ്സിൽ പോലും ഉണ്ടാകും, ഞാൻ കപടനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് കപട വിശ്വാസികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല പേരെന്തായിരുന്നു? അദ്ദേഹത്തോട് നബി ഉമർ റളിയല്ലാഹു ചെന്ന് ചോദിക്കുകയാണ്, അല്ല എന്റെ പേരെങ്ങനെ ആ ലിസ്റ്റിലുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ? അല്ല പറഞ്ഞിരിക്കുന്നു. എന്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കാൻ. അപ്പൊ അങ്ങനെയായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ കുഫർ കടന്നുകൂടുന്നുണ്ടോ? ചെറുതോ വലുതോ ആയ കുഫർ കടന്നുകൂടുന്നുണ്ടോ? ചെറുതോ വലുതോ ആയ തക്ദീബ് കടന്നുകൂടുന്നുണ്ടോ? എന്താ അള്ളാഹിന്റെ ആയത്തുകൾ നമ്മൾ അവഗണിക്കുന്നുണ്ടോ? അതിനെ അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ അതിന്റെ ലാഞ്ചന ഉണ്ടാകുന്നുണ്ടോ? ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ ഈമാനോട് തൊട്ട് ചേർത്ത് അത് പറഞ്ഞതിന്റെ അർത്ഥം. ഉലൈക അസ്ഹാബുൽ ജഹീം, അവരാണ് അസ്ഹാബുൽ ജഹീം, ജഹീമിന്റെ അസ്ഹാബ്. അസ്ഹാബിന്റെ ഏകോചനം എന്താ? സാഹിബ്. യാ അയ്യുഹല്ലദീന ആമനൂ اذكروا نعمة الله عليكم إذ هم قوم أن يبسطوا إليكم أيديهم. ആദ്യം പറഞ്ഞ എന്താ? വദ്കുറൂ നിഅമത്തല്ലാഹി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യം പറഞ്ഞ 7-ാം സൂക്തത്തിൽ നിഅമത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കുക. വദ്കുറൂ നിഅമത്തല്ലാഹിയുടെ നിഅമത്തിന്റെ താഴെ എന്താണ്? കെട്ടുള്ളതായ. ആ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് താഴെ എന്താണ്? ഉദ്കുറൂ നിഅമത്തല്ലാഹി, അവിടെ ഓപ്പൺ തായാണ്. അപ്പൊ ഓപ്പൺ താഴെ എഴുതിയിരിക്കുന്നിടത്ത് ഓപ്പൺ താഴെ തന്നെ എഴുതണം, കെട്ടുള്ളതായ എഴുതിയിരിക്കുന്നിടത്ത് കെട്ടുള്ളതായ തന്നെ എഴുതണം. ഇതാണ് നമ്മൾ ഖുർആൻ വള്ളി പൊള്ളി വ്യത്യാസമില്ലാതെ ഇപ്പം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടയാളങ്ങളാണ്. റഹ്മത്ത് നമ്മൾ ബക്ര പറഞ്ഞപ്പോഴത്തേക്ക് റഹ്മത്ത് എങ്ങനെ പറഞ്ഞത്, അങ്ങനെ ഏതെല്ലാം ആയത്തിൽ ഏതെല്ലാം രീതിയിൽ എഴുതണം എന്നത് നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്, നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചാണ് ഖുർആൻ എഴുതി പോകുന്നത്. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ഓർമ്മിക്കുക. അപ്പൊ ഇത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണമെന്നാണ്. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഇവിടെ ഖുർആന്റെ ഒരു ഭാഗം പറയുമ്പോൾ ഒരു ഭാഗം മാത്രം പ്രസക്തമാകും. അത് പൂർണ്ണമായിട്ട് പറയുമ്പോൾ അത് പൂർണ്ണമായി എടുത്താലും പ്രസക്തമാകും. ഒരു ഭാഗം എടുത്ത് എല്ലാ വിശ്വാസികളും അള്ളാഹ് അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്ത് എന്താണെന്നുള്ളത് ചിന്തിക്കണം. ഇത് ചിന്തിക്കുന്നത് വലിയൊരു ഫിലോസഫിയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ആധുനിക പ്രത്യയശാസ്ത്രങ്ങളിലെ ആധുനിക വ്യക്തിത്വ വികാസത്തിന്റെ ആൾക്കാർ വന്നിട്ട്
ഭയങ്കര പുസ്തകങ്ങളൊക്കെ അടിച്ചിറങ്ങി നീലങ്ങളൊക്കെ കോപ്പി അടിച്ച് പ്രിന്റ് ചെയ്ത് അവർ ഭയങ്കര കച്ചവടം നടത്തുക. ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു, മുസ്ലിം സമൂഹത്തിന്റെ വിജയത്തിന്റെ രഹസ്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർ. അവരെങ്ങനെയാണ് ശത്രുക്കൾ മുമ്പിൽ ഇടറാത്ത ചിത്തത്തോടും പതറാത്ത പാദത്തോടും ഉറച്ചു നിൽക്കുന്നതെന്ന് പഠിക്കുകയാണ് അവർ. എന്നിട്ട് അവർ കണ്ടെത്തുന്ന ഫിലോസഫി അവരെന്ത് ചെയ്യണം, അവർ പ്രിന്റ് ചെയ്ത് വ്യക്തിത്വ വികാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും അതിനെന്ത് ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യാണ്. ഇത് നമ്മുടെ ഈ ഖുർആനിൽ നമ്മളെ ഉണ്ട് എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കും. ചിലരൊക്കെ അത് ബൈബിളിലുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ചിലരെല്ലാം ഖുർആനിലുള്ള കാര്യങ്ങളും തിരിച്ചു കാണുന്നു ഖുർആനുള്ളതായിട്ട്. പക്ഷെ അത് ഡയറക്റ്റ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പഠിക്കുന്നില്ല. ഇത് മാത്രം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഉൽക്കുറു ഞാമത്തല്ലാഹിലേക്ക് നമ്മുടെ ജീവിതം വിജയപ്രദമാകാനുള്ള ഒരു ഉത്തമ പോംവഴിയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഉള്ള സംഗതികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് നമ്മൾ ശുക്ർ ചെയ്യുക. ഉൽക്കുറു ഞാമത്തല്ലാഹിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സംഗതികളെ കുറിച്ച് ചിന്തിക്കുകയും അതിൽ നമ്മൾ നമുക്ക് ലഭിച്ച വഴിയെ അറിയാൻ അള്ളാഹാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ഉടമസ്ഥനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, വാഴ്ത്തിക്കണം. അപ്പോ ഏത് വ്യക്തിയായിരുന്നാലും അയാൾക്ക് ഞാമത്ത് കിട്ടിയിട്ടുണ്ടാവും. ഏത് തരത്തിലുള്ള വ്യക്തിയായിരുന്നാലും അയാൾക്ക്. ഇപ്പൊ നിങ്ങൾക്കറിയാം, വളരെ പേര് ഞാൻ മറന്നുപോയി, കയ്യും കാലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഭയങ്കര വളരെ സിദ്ധനായ ഒരു വ്യക്തിത്വ വികാസം, അതുപോലെ മോട്ടിവേറ്റീവ് സ്പീക്കറായിട്ട് മാറിയത് കാണാൻ പറ്റും. കൈയില്ല കാലില്ല, അതായത് അരയ്ക്ക് താഴെ വളരെ ചെറിയൊരു സംഭവമാണ്. അതേപോലെ കയ്യിലും അവിടെ സംഭവം. ആത്മഹത്യയും അതുപോലുള്ള ഒരുപാട് ഘട്ടങ്ങൾ അദ്ദേഹം കടന്നു പോയിട്ട് അവസാനം എന്ത് ചെയ്തു, ഇയാള് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് അവസാനം ചെയ്യാൻ വളരെ പ്രസിദ്ധനായ കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. ഇവിടെ നിന്ന് സംഭവിക്കുന്നത്, അദ്ദേഹം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാണ്. പിന്നീട് ഉള്ളതിനെ അയാൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഉള്ളതിൽ ശുക്ർ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ്, ഫിലോസഫി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക. തിങ്ക് പോസിറ്റീവ് ആൻഡ് ഇൻക്രീസ് ദ ഫിലോസഫി ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി സൂചകമായ ജീവിതത്തെ എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. ഈ ആയത്ത് മാത്രം ചിന്തിച്ചാൽ പിന്നെ നിങ്ങൾ നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും. ഇത് സാധാരണ ഹ്യൂമൻ ബീങ്ങിനുള്ള ഒരു ഫിലോസഫിയാണ്. അത് നമ്മൾ വിശ്വാസം കൂടെ നമ്മളുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് വളരെ വിജയപ്രദമായിരിക്കും, വളരെ അപാരമായ സംഭവമായിരിക്കും. അപ്പൊ അതാണ് ഇൻ ശകർത്തും ലാസീദന്നക്കും, നിങ്ങൾ നന്ദി ചെയ്യുകയാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഇൻ തഷ്കുറു യർലഹുലക്കും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അവൻ നിങ്ങളെ തൃപ്തിപ്പെടും. വത്തഖുല്ലാഹ്. ഇപ്പൊ ഇവിടെ രണ്ടാം ഭാഗത്ത് എന്ന് പറയുന്നു, ഇത് ഹമ്മ ഖൗമുൻ അൻ യബ്സുതു ഇലൈക്കും. യബ്സുതു എന്താ, ബസത്ത യബ്സുതു, വിശാലമാക്കി, നീട്ടി എന്ന അർത്ഥമുണ്ട്. നീട്ടി, പരത്തി, വിശാലമാക്കി എന്നൊക്കെയുള്ള അർത്ഥം വരും. ഇവിടെ നീട്ടിയാണ് ഇത്. ഇത് ഹമ്മ ഖൗമുൻ, ഹമ്മ എന്ന് പറഞ്ഞാൽ ഹമ്മയുടെ അപൂർണ ക്രിയ യഹുമ്മു. ഇത് ഹമ്മ, ഹമംതു എന്നൊക്കെ ഹദീസിലുണ്ട്. ഹമംതു, ഞാൻ ഉദ്ദേശിച്ചു. അപ്പൊ ഇത് ഹമ്മ ഖൗമുൻ, ഒരു ഖൗമ് ഉദ്ദേശിച്ചു. യബ്സുതു ഐദിയഹും, നിങ്ങളിലേക്ക് അവരുടെ കൈകൾ നീട്ടാൻ, അവർ നിങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചു. അവരുടെ കൈകൾ നിങ്ങളിലേക്ക് നീട്ടാനാണ് ഉദ്ദേശിച്ചു. യബ്സുതു ഐദിയഹും. ഇവിടെ ഇത് ഹമ്മ ആദ്യം പറഞ്ഞപ്പോൾ എന്താണ്, ഹമ്മ ഖൗമുൻ. ഹമ്മ എന്ന് പറഞ്ഞ ക്രിയയില് മുഫ്രദാണ് ഉപയോഗിച്ചത്, ക്രിയയുടെ ഏകവചനം ഉപയോഗിച്ചത്. പിന്നീട് അൻ യബ്സുതു, പിന്നീടെന്ന് പറഞ്ഞു അവർ നീട്ടി, അല്ലെ, അവർ നീട്ടുവാൻ, അൻ യബ്സുതു, അപ്പൊ ബഹുവചനം ഉപയോഗിച്ചു. പിന്നെ ഐദിയഹും, അവരുടെ കൈകൾ, കഫ ഐദിയഹും, അപ്പൊ പിന്നെ ഐദിയഹും, അവരുടെ കൈകൾ. അപ്പൊ ഹമ്മയ്ക്ക് ശേഷമാണ് എന്ത് പറഞ്ഞത്, അതിന്റെ കർത്താവിന് പറഞ്ഞ കൗമുൻ. അപ്പൊ അതുകൊണ്ട് അവിടെ ബഹുവചനം വേണ്ടതില്ല. രണ്ടാമത് പറഞ്ഞ കൗമൻ മുൻകടന്നത് കൊണ്ട് പിന്നീട് ക്രിയ വരുമ്പോഴേക്കും എന്തായി, അവർ ബഹുവചനം വേണം. പിന്നീട് പറയുന്നതെല്ലാം ഐദിയഹും, അവരുടെ കൈകൾ. കഫ ഐദിയഹും, കഫയുടെ അർത്ഥം എന്താ,
തടഞ്ഞു വെച്ചു, പിടിച്ചു വെച്ചു. കഫ അപൂർണക്രിയ യക്കുഫു. യകുഫു. അപ്പോ അതിന്റെ കൽപ്പന എങ്ങനെയായിരിക്കും വരിക? കഫ യകുഫു ആവുമ്പോഴത്തേക്ക് കൽപ്പന എങ്ങനെ വരും? മന്ന യമുന്നുവിന്റെ കൽപ്പന എന്താ? മുന്ന. അപ്പൊ കഫ യകുഫുവിന്റെ കൽപ്പന എന്താ? കുഫ. കുഫയുടെ ബഹുവചനമാണ് കുഫു. കുഫു ഐദിയക്കും വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കൈകൾ തടഞ്ഞു വെക്കൂ, ഇപ്പൊ നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്, കുഫു. അപ്പൊ കഫ യകുഫു. ഇനി കുഫു എന്ന വാക്ക് കിട്ടിയാൽ, കുഫു എന്ന വാക്കും കിട്ടി നമുക്ക് കഫ എന്ന വാക്കും കിട്ടിയാൽ ഇതിന്റെ അപൂർണക്രിയ, കഫയുടെ അപൂർണക്രിയ എന്താണെന്ന്. കാരണം എന്താ? കുഫു കു വരണമെങ്കിൽ എന്തായിരിക്കും? കഫ യകുഫു എന്നായിരിക്കും അപൂർണക്രിയ വരിക. അപൂർണക്രിയ എന്നാണ് കൽപ്പന വരുന്നത്. ഓക്കെ. കഫ ഐദിയഹും അൻകും. അപ്പൊ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. ഐദിയഹും അവരുടെ കൈകൾ, അൻകും നിങ്ങളെ തൊട്ട്. നിങ്ങളെ ഒരു സമൂഹം ആക്രമിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹ് അവരുടെ കൈകളെ നിങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തി. വത്തഖുള്ള, അള്ളാഹ് സൂക്ഷിക്കുക. അപ്പോ ഇന്ന് നമുക്ക് ലഭിക്കാത്തത് എന്താണ്? നമ്മളെ ഒരു സമൂഹം ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ കൈകളെ അള്ളാഹ് തടയുന്നുണ്ടോ? തടയുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ? നമുക്ക് സാമൂഹികമായിട്ടാണ് ദുരിതം സംഭവിക്കുന്നത്. അപ്പൊ സാമൂഹികമായി ദുരിതം സംഭവിക്കുക, സമൂഹം ഒന്നടങ്കം എന്താണ് കുറ്റക്കാരാകുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ നമ്മൾ വിലയിരുത്തണം എന്നാണ് നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ പഠിപ്പിച്ചിരുന്നത്. വത്തഖുല്ലാഹ്. ഒരു സമൂഹം സക്കാത്ത് അടഞ്ഞാൽ അവർക്ക് മഴ ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു സമൂഹത്തിന്, ഇപ്പൊ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി സക്കാത്ത് കൊടുത്തൊരു കാര്യമില്ല. സമൂഹത്തിൽ എല്ലാവരും സക്കാത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താവും? മഴ തടയപ്പെടും. ലൗലൽ ബഹാഇമു ലം യുംതിറു എന്ന് പറഞ്ഞില്ല. മൃഗങ്ങളും ജീവജാലങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. അതൊക്കെ എന്താണ്? സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന വിഷയങ്ങളാണ്. സമൂഹം ഒന്നടങ്കം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ സമൂഹം നിർവഹിക്കാതെ വരുമ്പോൾ സമൂഹം ഒന്നടങ്കം ഈ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ ഒരു വ്യക്തി മാത്രം നല്ലവനായി നല്ല പിള്ള ജമിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടി വരും. അതാണ് ഇടയ്ക്കിടയ്ക്ക് വത്തഖുള്ള. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ തഖ്വ പറഞ്ഞിരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന വിഷയങ്ങൾ കണ്ടുപിടിച്ച് എഴുതാറുണ്ട്. നേരത്തെ നമ്മൾ ഇത്തസാഅലും ചോദിച്ചല്ലോ. അൽഹംദുലില്ലാ ഒരുപാട് പേര് എഴുതി. ചിലത് കുറച്ച് മാത്രം എഴുതി, ചിലത് പൂർണ്ണമായിട്ടും എഴുതി, ചിലത് അധികമായിട്ടും എഴുതി. തസാഅല ചോദിച്ചു, അവിടെ യസ് അലുക്കയും കൂടെ അതിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. ഞാനത് സ്റ്റാറൊക്കെ കൊടുത്തിട്ടുണ്ട്. യസ് അലുക്ക ആലോചിക്കും അലഹിം എന്നൊക്കെ പറഞ്ഞ ആ ഭാഗം കൂടി അവർ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നാലും അതുപോലെ സെർച്ച് ചെയ്യാം. നമ്മളിത് എന്താണ് ഇത്തഖുള്ള എന്ന വാക്ക് നിങ്ങൾ നോക്കുക. ഇത്തഖുള്ള നോക്കിയിട്ട് അതിന് മുമ്പ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സമഗ്രമായിട്ട് എഴുതണമെന്ന് ഞാൻ പറയുന്നത്. ഒരു 5 or 10 എണ്ണം കണ്ടുപിടിക്കും, 10 എണ്ണം കണ്ടുപിടിക്കും. ഇത്തഖുള്ള എന്ന് പറഞ്ഞതിന്റെ മുമ്പോ ശേഷമോ അതിനനുബന്ധമായി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്താ? ഇവിടെ നീതി പാലിക്കുക, അതില് പാലിക്കുക, അള്ളയോടുള്ള അള്ളാഹ് നമുക്ക് നൽകിയ, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മിക്കുക ഒക്കെ പറഞ്ഞിട്ട് എന്ത് ഇത്തഖുള്ള. നമ്മൾ ചെയ്യുന്ന ആരാധനയിൽ ഭക്തി ഉണ്ടാകുന്നത് മാത്രമല്ല തഖ്വ എന്ന് പറയുന്നത്. നമ്മളോട് അള്ളാഹ് കൽപ്പിച്ചിരിക്കുന്ന സാമൂഹിക മര്യാദകൾ പാലിക്കുന്നതും തഖ്വയുടെ ഭാഗമാണ്. സാമൂഹിക മര്യാദയല്ല, സാമൂഹിക ഉത്തരവാദിത്വം. മര്യാദ എന്നതിന് അപ്പുറം സാമൂഹിക ഉത്തരവാദിത്വം. ഈ സാമൂഹിക ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് തഖ്വയുടെ ഭാഗമാണ്. ഈ അതിന് വേണ്ടി നിലകൊള്ളുക, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? സാമൂഹിക ഉത്തരവാദിത്വം. മര്യാദ മാത്രമല്ല. മര്യാദ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയാ കൊള്ളാം എന്നാ, അങ്ങനെയല്ല, ഉത്തരവാദിത്വം. അപ്പൊ അവിടെയൊക്കെ തഖ്വ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ 10 എണ്ണം കണ്ടുപിടിച്ച് എഴുതണം. തഖ്വ ഇത്തഖുള്ള എന്ന് പറഞ്ഞതിനോട് അനുബന്ധമായി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു ചിന്തിക്കേണ്ട വിഷയമാണ്. അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ.
അലല്ലാഹി ഫൽയതവക്കൽ. ഫൽയതവക്കൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് ഫേല് മാവി എന്താണ്? തവക്കല തവക്കലാണ് ഫേല് മാവി. മുമാരി എന്താണ്? യതവക്കലു തവക്കലു. തവക്കല ഗ്രൂപ്പാണ്. പിന്നെ അതിന്റെ കൽപ്പന ഇത് എന്ത് തരം കൽപ്പനയാണിത്? തവക്കുൽ ഫ മാറ്റിയാൽ എങ്ങനെ പറയും? ഫ മാറ്റിയാൽ ലിയതവക്കൽ, മറഞ്ഞ ആളോടുള്ള കൽപ്പനയാണ്. അവൻ തവക്കുലാക്കട്ടെ. എപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഫല്യതവക്കൽ അൽ മുഅ്മിനൂൻ, വിശ്വാസികൾ എന്നത് ക്രിയയ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് കർത്താവ്. അതുകൊണ്ടാണ് തവക്കൽ എന്ന് ഏകവചനം പറഞ്ഞത്. ലിയതവക്കൽ എന്നാണ്. ലിയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ. ആരില്? അള്ളാഹില്. നിങ്ങൾ ഇപ്പൊ വിചാരിക്കും ആ വൻശക്തി വിചാരിച്ചാൽ നടക്കും, മുസ്ലിങ്ങളെ ആക്രമിക്കാതിരിക്കാൻ നടക്കും. അല്ല, ഈ വേറെ ഒരു വൻശക്തി ഉണ്ട്, അതിനപ്പുറത്തുള്ള ഒരു വൻശക്തി അവിടെ നിൽക്കുന്നു, വേറെ വൻശക്തി അവർക്കെതിരായിട്ടുണ്ട്, അവർ വിചാരിച്ച നടക്കും നമ്മൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്. നടക്കുന്നുണ്ടോ? ഒരു വൻശക്തി വിചാരിച്ചാലും നടക്കുന്നില്ല. അവരൊക്കെ എന്താണ്? കാപട്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വെടിനിർത്തൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിർത്തും. അപ്പുറത്തൂടെ എന്താ ചെയ്യുന്നത്? ഇതാക്കി കൂടെ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതെ. അപ്പൊ അതുകൊണ്ട് അള്ളയിൽ മാത്രം നിങ്ങൾ ഭരമേൽപ്പിക്കുക. അലല്ലാഹി ഫല്യതവക്കൽ, അള്ളയിൽ ഭരമേൽപ്പിക്കുക. ലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീൽ, അതായത് ഈ ബനീ ഇസ്രായേലുകാരോടുള്ള കരാറ് ഓർമ്മിപ്പിക്കുന്നതെല്ലാം നാം ചെയ്തിട്ടുള്ള കരാറ് യഥാവിധി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ബനീ ഇസ്രായേലുകാരോടുള്ള കരാറ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഈ ചോദ്യത്തിന് എഴുതാനുള്ള സംഭവമാണോ? എഴുതി ജയിക്കാനുള്ള സംഭവമാണോ? എഴുതി ജയിക്കാനുള്ള സംഭവമല്ല. അവരിൽ നിന്നും നമ്മൾ പാഠം പഠിക്കണം. അവരെന്താണ്? ദുരിബത്ത് അലൈഹിം ദില്ലത്തു വൽ മസ്കനത്തു എന്ന് പറഞ്ഞു. അബാഉ ബിഗളബിൻ മിനല്ലാഹ് എന്ന് പറഞ്ഞു. അവര് നിന്യതയും ദൈന്യതയും അവരിൽ മുദ്രണം ചെയ്യപ്പെട്ടു. പിന്നെ എന്ത് ചെയ്തു? അവര് ഗളബിൻ മിനല്ലാഹ്, അവര് അള്ളാഹിന്റെ കോപത്തിന് പാത്രീഭൂതരായി. ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്തില്ലാഹി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരിൽ നിന്യതയും ദൈന്യതയും മുദ്രണം ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? അവര് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നാഹും, അവരെ നാം ശപിച്ചു എന്ന് പറഞ്ഞു. അവരെല്ലാം അവര് കരാർ ലംഘനം നടത്തിയതിന്റെ കാരണത്താലാണ്. അപ്പൊ ഈ കരാർ ലംഘനം നാം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്ത് പറ്റും? ജില്ലത്തും മസ്കനത്തും ഉണ്ടാവും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. വലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാരിൽ നിന്നും അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി അള്ളാഹ് ഹാസ് ഓൾറെഡി ടേക്കൺ. അള്ളാഹ് നേരത്തെ തന്നെ കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ്? ഷുവർലി തീർച്ചയായും എന്ന സംഭവമുണ്ട്. മീസാഖ ബനീ ഇസ്രായീൽ, മീസാഖ ബനീ ഇസ്രായീൽ. അപ്പൊ മീസാഖ് വേറെ, ബനീ ഇസ്രായേൽ വേറെ ആണല്ലോ. ബനീ ഇസ്രായേലിനെ തിരിച്ചെഴുതിയ അങ്ങനെ എന്തൊക്കെ വാക്ക് കിട്ടും? കിട്ടി? ബനി എന്ന വാക്ക് എവിടെ നിന്ന് വന്നു? ഇസ്രായേൽ സന്തതികൾ. അത് എവിടെ നിന്ന് വന്നു? കല്ലെന്ന് ഇങ്ങോട്ട് കിട്ടി. ബനൂനയാണ്. പിന്നീട് മീസാഖിനെ ബനൂനയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ മീസാഖിനെ ഇളാഫത്ത് ചെയ്തുകൊണ്ടായി ബനൂന ബനീനയായി. പിന്നെ ബനീനയായി ഇസ്രായേലിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ഞാൻ പോയി. അങ്ങനെ മക്കളാണ്. ഇബിനാണ് ഏകവചനം, അതിന്റെ ബഹുവചനം ബനൂന എന്നാണ്. മീസാഖിനെ ബനൂനയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ബനീനായി. ബനീനയെ ഇസ്രായേലിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ ഞാൻ പോയി ബനീ ഇസ്രായേൽ.
ബാസ്നാമിൻഹും ഇസ്നെ അഷർ നഖീബ. നഖീബിന്റെ ബഹുവിന് എന്താ തന്നത്? മുഖബാ. നഖീബ് മുഖബാ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് എല്ലാം പഠിച്ചിട്ട് വേണം വരാൻ കേട്ടോ. നഖീബിന്റെ ബഹുവചനം തന്നിട്ടില്ല എന്ന് തോന്നുന്നത്. ഉണ്ട്. ഞാൻ ഇപ്പൊ നോക്കി. എനിക്ക് കാണാൻ വിളിച്ചിട്ട് വേണം ക്ലാസ് വരാൻ. ഞാൻ അഡ്വാൻസ് ആയിട്ട് തരുന്നത് 1 ദിവസം മുമ്പേ എനിക്ക് തരിക. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ അറിയാത്ത വാക്കുകൾ നേരത്തെ തന്നെ ഇട്ടാൽ പദങ്ങളുടെ അർത്ഥം നേരത്തെ തന്നെ വരും. ലേറ്റ് ആയാൽ പിന്നെ അവസാനം ലേറ്റ് ആയിരിക്കും. മുഖ്യന്മാരെ നിശ്ചയിച്ചു. ഇസ്നെ അഷറ നഖീബ. അപ്പൊ ഇസ്നെ അഷറ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഏകവചനം വരും. ഇസ്നെ അഷറ നഖീബ്. 1 മുതൽ 10 വരെയാണ് ബഹുവചനം ഉപയോഗിക്കേണ്ടത്. അല്ല, 3 മുതൽ 10 വരെ. 1-ന് ഏകവചനം, 2-ന് ദ്വിവചനം, 3 മുതൽ 10 വരെ ബഹുവചനം. 10 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഏകവചനം. ഇസ്നെ അഷറ നഖീബ, 12 പ്രമുഖന്മാരെ മുഖ്യന്മാരെ നിശ്ചയിച്ചു. വഖാല അല്ലാഹു ഇന്നി മഅക്കും. അല്ലാഹ് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞത് ഇത്തഖുള്ള എന്ന് പറഞ്ഞതിന്റെ മുമ്പോ ശേഷമോ അനുബന്ധമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചുരുക്കി എഴുതാൻ വേണ്ട, വിശദമായിട്ട് എഴുതരുത്. നേരത്തെ പറഞ്ഞു നമുക്ക് ചോദിച്ചിട്ടില്ല. ഇതിന്റെ ഫർദ് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ പോയിന്റ് 1, 2, 3 മാത്രമേ എഴുതാവൂ. എല്ലാം തജിദു മാഅൻ ഫതയമ്മമു. നിങ്ങൾ യാത്രയിലാണ്, വഴിയിലാണ്, അവിടെ പോയിട്ട് വരുന്ന വഴിയിൽ നിങ്ങൾ വെള്ളം കിട്ടാതെ വന്നാൽ അതൊന്നും ചോദിച്ചില്ല. എന്നും എന്റെ നിർബന്ധമായ കാര്യങ്ങൾ എന്താണ്, ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ പോയിന്റ് 1, 2, 3 ഇത് മാത്രമേ എഴുതാവൂ. അതേപോലെ ചുരുക്കി മാത്രം പോയിന്റ് മാത്രം നിങ്ങൾ കണ്ടെത്തി, നിങ്ങൾ എന്തോ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. ബാക്കി ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കണ്ടെത്തിയതിന്റെ പൂർണ്ണമായ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. വർക്ക് ചെയ്തവരെ വർക്ക് ചെയ്തിട്ട് വേറൊരാള് വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ആളോട് വിളിച്ചു ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന്. ഇത്തഖുള്ള എന്നത് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണോ? അതോ ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്? നമ്മൾ ഖുർആനാണ് പഠിക്കുന്നത്, അല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും അല്ല ഇതിലുള്ളതാണോന്നാ ചോദിച്ചത്. ഈ സൂറത്തിലുള്ളതാണോ അതോ? പറയുന്നത് മുഴുവൻ ഖുർആൻ മൊത്തത്തിലാണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്നത് മായിദയിൽ മാത്രമല്ല, വർക്ക് ഖുർആൻ മൊത്തത്തിലാണ്. ഖുർആൻ എപ്പോഴും നമ്മൾ ഖുർആൻ മൊത്തമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മുടെ നാവിൻ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം ഖുർആൻ ഖുർആൻ ഖുർആൻ. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്തക്കുള്ള എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ മുമ്പ് എന്ത് പറഞ്ഞു, ശേഷം എന്ത് പറഞ്ഞു. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയ ആ പോയിന്റ് മാത്രം എഴുതുക. ഉദാഹരണമായി തലാഖിനോടൊപ്പം ഇത്തക്കുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. ഇതിനോടൊപ്പം എഴുതിയിട്ടുണ്ട്. സുഹൃത്ത് തലാഖെന്ന് എഴുതിയാലും മതി. ആയത്ത് നമ്പർ ഇത്ര എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കോപ്പി അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടും. ഓക്കെ. അപ്പോ എന്ത് ചെയ്തു? പിന്നെ പറഞ്ഞ 2 ഇന്നി മഅക്കും. അല്ലാഹ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അല്ലാഹ് മഅക്കും. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാലേ കിട്ടുള്ളൂ. അള്ളാഹയുടെ കൂടെ മഅ എന്ന വാക്ക് സെലക്ട് ചെയ്യുക. അപ്പോ അതോടൊപ്പം അള്ളാഹ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായി? അള്ളാഹ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. മഅക്കും അല്ലെങ്കിൽ മഈ എന്നോടൊപ്പം ഉണ്ടാകും. അപ്പൊ അള്ളയും മഅയും കൂടെ ചേർത്തിട്ട് പറഞ്ഞിട്ടുള്ള സന്ദർഭം ഇവിടെ എന്താണ്? അള്ളാഹ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. എപ്പോൾ? നിങ്ങൾ നമസ്കാരം നിലനിർത്തിയാൽ, നിങ്ങൾ സക്കാ നൽകിയാൽ, നിങ്ങൾ പ്രവാചകന്മാരിൽ വിശ്വസിച്ചാൽ. ഇവിടെ റസുലി എന്ന് പറഞ്ഞാൽ എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും എല്ലാം വേണം കേട്ടോ. ഇത് കുറച്ചു വരാം. എന്ത് വേണം? നിങ്ങൾ നമസ്കാരം നടത്തുകയും സക്കാത്ത് നൽകുകയും പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും പ്രവാചകന്മാരെ വിശ്വസിച്ചാൽ മാത്രം പോരാ. ഈ നമ്മൾ ചില സമൂഹത്തിൽ ചെന്നിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് ദിവ്യത്വം കൽപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു വിശ്വാസമൊന്നുമല്ല നമ്മുടെ ഇതിലുള്ളത്.
നമ്മളില് പ്രവാചകന്മാരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂൽമാരെ അയച്ചിട്ടുണ്ട്. ആ റസൂല് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ പ്രവാചകന്മാരിൽ നമുക്കറിയുന്ന പ്രവാചകരെ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളിൽ പ്രവാചകന്മാരിൽ നമ്മൾ നിർബന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുന്നത്. അവര് ദൂതന്മാരാണ്, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് വിശ്വസിച്ചിരിക്കണം. അതാണ് ദൂതന്മാരുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു, മുഹമ്മദ് നബി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാന്റെ ദൂതനാണ്, അവസാനത്തെ ദൂതനാണ് എന്ന് വിശ്വസിച്ച് മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? അസ്സർത്തുമൂഹും, അസ്സറ ചെയ്തു, സഹായിച്ചു അസ്സറ സഹായിച്ചു ആ സഹായിച്ചു, സഹായിച്ചു. ആ ശക്തി നൽകി അല്ലെങ്കിൽ സഹായിച്ചു. അപ്പൊ ദൂതന്മാരെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാന്റെ ദൂതന്മാരെ സഹായിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടാവുന്നതാണ്. ആ സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ആ സമൂഹത്തിൽ ഒരു നേതൃത്വം ഉണ്ടാവും. ആ നേതൃത്വത്തെയും സമൂഹത്തെയും നമ്മൾ ശക്തി നൽകണം. നേതൃത്വത്തിനും സമൂഹത്തിനും ശക്തി നൽകണം. അക്റതുമുല്ലാഹ, അക്റള എന്തേത്? അക്റള കടം കൊടുത്തു. അക്റതുമുല്ലാഹ ഖർളൻ ഹസനൻ, അള്ളാഹ് കടം കൊടുക്കുക. ഖർളൻ ഹസനൻ, ഉത്തമമായ കടം. അപ്പൊ ഉത്തമമായ കടവും അല്ലാത്ത കടവും ഉണ്ടെന്നല്ല പറഞ്ഞിട്ടാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ കടം കൊടുക്കുന്നെങ്കിൽ അത് ഉത്തമമായ കടമായിരിക്കും. പിന്നെ അതില് ലോകമാന്യതയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഉണ്ടായാൽ അത് മോശമായ കടമായി പോകും. അതൊന്നും ഇല്ലാതെ നിങ്ങൾ ആത്മാർത്ഥമായി കൊടുക്കുന്ന കടം. ഉള്ള കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് അൽ-ബഖറയിൽ ഏതിലാ പഠിച്ചത്? കാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, ജൂതന്മാർ പറഞ്ഞു അള്ളാഹ് കടം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് എതിരിക്കുകയാണ്, പിന്നെ എനിക്ക് സമ്പത്ത് വേണം, അള്ളാഹ് ദരിദ്രനായിരിക്കും. അങ്ങനെയല്ല, ഞാനില്ല. മറിച്ച് എന്താണ്? അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. അപ്പൊ ചെലവഴിക്കുന്നത് എന്തല്ല? വേസ്റ്റ് അല്ല, ചിലവല്ല, പിന്നെന്താണ്? അതൊരു വരവാണ്. അപ്പൊ അതാണ് കടമായിട്ട് കൊടുക്കുകയാണ്. അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. നിങ്ങൾ ചിലവഴിക്കുന്നതെല്ലാം എന്താണ്? ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ അതവിടെ ഉണ്ടാകും, പലിശ അടക്കം ഇരിക്കും. അതുകൊണ്ടാണ് കർള് എന്ന വാക്ക് ഉപയോഗിച്ചത്. അക്റതുമുല്ലാഹ ഖർളൻ ഹസനൻ, അങ്ങനെ കൊടുത്താൽ, അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹുവിന്റെ മഅയ്യത്ത് ഉണ്ടാകും. മഅയ്യത്തുള്ളാഹി, അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ടാകും. മാത്രമല്ല ലഉകഫിറന്ന അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ ഞാൻ പുറത്തു തരും, മായ്ച്ചു കളയും, പുറത്തു വരും. കഫറ മായ്ച്ചു കളയും. കഫറ അൻകും സയ്യിആതികും, ലഉകഫിറന്ന, കഫറ സബ്ബഹു, ഉകഫിറു ഞാൻ പുറത്തു മായ്ച്ചു കളയും. തീർച്ചയായും വന്നു, പിന്നീട് എന്ത് ചെയ്തു? ലയിമ്പതന്നെ പോലെ തഅക്കീദിന്റെ നൂനി അവസാനം വന്നിട്ടുണ്ട്. അൻകും സയ്യിആതികും വലഉദ്ഖിലന്നകും, ഇവിടെ അദ്ഖല അൻസില ഗ്രൂപ്പാണ്. അപ്പൊ അൻസില ഗ്രൂപ്പും അതേപോലെ കഫറ സബ്ബഹ ഗ്രൂപ്പാണ്. ലഉദ്ഖിലന്നകും, ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കും. എല്ലാത്തിന്റെ ഗ്രീൻ അൻഹാർ ഇവിടെ ബയ്യന മുതൽ പഠിച്ചിട്ട് പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ജന്നാത്തിന് എങ്ങനെയാ കസറത്ത് വന്നത്? സ്ത്രീലിംഗ ആയതുകൊണ്ട് അൻഹാർ സ്ത്രീലിംഗമായിട്ട് ജന്നാത്തിന് സ്ത്രീലിംഗമാക്കി. ആദ്യമുണ്ട് നസ്ബ് ചെയ്ത് ഉദ്ഖിലന്നകുന്റെ മഫ്ഊൽ ബിഹി, മഫ്ഊൽ ബിഹി സാനി, രണ്ടാമത്തെ മഫ്ഊൽ ബിഹിയാണ്. ലഉദ്ഖിലന്ന, നാം തീർച്ചയായും നാം പ്രവേശിപ്പിക്കും, നിങ്ങളെ. ഒന്നാമത്തെ മഫ്ഊൽ ബിഹിയാണ്. ക്രിയയോടൊപ്പം ചേർന്ന് വരുന്നത്, ക്രിയയുടെ അവസാനം ചേർന്ന് വരുന്നത് മഫ്ഊൽ ബിഹി ആയിരിക്കും. രണ്ട് മഫ്ഊൽ ബിഹി ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തെ മഫ്ഊൽ ബിഹി ആയിരിക്കും. ഇവിടെ ജന്നാത്തിന് എവിടെ പ്രവേശിപ്പിക്കും? ജന്നാത്തിന്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തൂടി നദികൾ. തജ്രി പറഞ്ഞതാണ് സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. അൻഹാറിന്റെ
അവിടെ വെക്കി അവിടെ വെച്ചോ. എന്താ അറിയിട്ട അങ്ങനത്തെ ക്ലാസ് ഇല്ല. പോയി يأتيكم ولو دخلناكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. ഇവിടെയും കുഫർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ലഖദ് അഖദല്ലാഹു മീസാഖ ബനീ ഇസ്രായേൽ, ബനീ ഇസ്രായേൽക്കാരോട് കരാർ വാങ്ങി. അപ്പൊ ബനീ ഇസ്രായേൽക്കാരെന്തായി? ആ സമയത്ത് ബനീ ഇസ്രായേൽക്കാർ മുസ്ലിങ്ങളാണ്. അപ്പൊ ബനീ ഇസ്രായേൽക്കാരോട് അള്ളാഹ് പറഞ്ഞു, നീ മാക്കും, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പൊ സക്കായും സലാത്തും ഒക്കെ എവിടെ ഉണ്ടായിരുന്നു? ബനീ ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നു. ഇത് ചെയ്താൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അള്ളാഹ് പറഞ്ഞു. ആമൻതും ബിറസുലി വഅസ്സർതുമൂഹും വഅഖ്റതുമുല്ലാഹ ഖർദൻ ഹസനൻ. ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ലഉകഫിറന്ന അൻകും സയ്യിഅതികും വലഉദ്ഖിലന്നകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. പറഞ്ഞതെല്ലാം എന്താണ്? വിശ്വാസികളുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഫമൻ കഫറ ബഅദ ദാലിക, ഈ മീസാഖിനും ഈ പറഞ്ഞ വാക്കുകൾക്കുമൊക്കെ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരുവൻ കഫറ നിഷേധിയായി പോയാൽ, കുഫ്റിന്റെയായി ഒന്ന് മറച്ചു വെക്കല്, ഒന്ന് സത്യനിഷേധം, പിന്നൊന്ന് നന്ദികേട്. കേട്ടാ, ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ആരെങ്കിലും കുഫർ വന്നു പോയാൽ അവരെന്ത് ചെയ്തു? സവാ സബീൽ എന്ന് പറയുന്നതാണ് നമ്മൾ വേറൊരു വാക്കിൽ അൽഫാത്തിയിൽ പഠിച്ചത്. ഇതാണ് സവാ സബീലിന് പകരം അൽഫാത്തിയിൽ എന്ത് പഠിച്ചു? സിറാത്തിന് പകരം സബീൽ വരും, മുസ്തഖീമിന് പകരം സവാ വരും. അപ്പൊ നല്ല സവാ സബീൽ, അവൻ നേരായ പാതയിൽ നിന്നും തെറ്റിപ്പോയി. ഇവിടെ വന്നത് അപ്പോ നേരത്തെ ഒരു ഹിസ്റ്ററി പറഞ്ഞാണ്, ബനീ ഇസ്രായേൽക്കാരോട് അള്ളാഹ് കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഉണർത്തുക. നമ്മളെ ജീവിതത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സംഭവമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് പറഞ്ഞു ലംഘിച്ചു. അപൂർണക്രിയ എന്താണ്? അവരുടെ കരാർ ലംഘനം കാരണം മാവി എന്താണ്? ഒന്നാമത്തെ രൂപം എന്താണ്? ലാനയുടെ ക്രിയാധാരം എന്താണ്? മസ്ദർ. മസ്ദർ രണ്ട് ക്രിയാധാരവും ഉണ്ട്. ലഅന്നാഹും, അതിനാൽ നാം അവരെ ശപിച്ചു. അപ്പൊ അള്ളാന്റെ ശാപത്തിന് പാത്രീഭൂതമാകാനുള്ള കാരണം എന്താണ്? അതിൽ പല കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മൂന്നാമതൊരു കാര്യം പറയുന്നില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സ്റ്റഡി നടത്താം. അള്ളാന്റെ ശാപം ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു? കരാർ ലംഘിച്ചു എന്നതാണ്. വേറെയും പല കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ ശാപത്തിന് പാത്രീഭൂതമാകാനുള്ള കാരണം. അപ്പൊ അള്ളാഹ് അവരെ ശപിച്ചു ഈ കരാർ ലംഘിച്ചത് കാരണം. പിന്നെ എന്ത് സംഭവിച്ചു? ജഅൽനാ ഖുലൂബഹും ഖാസിയ. ഖാസിയത്ത് എന്താണ്? കഠിനമായത്. മാഹിയൽ മാളി എവിടെ പഠിച്ചു? എവിടെ പഠിച്ചു? എവിടെ? ആയത്ത് പറയും. കസത്ത് ഖുലൂബുഹും സുമ്മ കസത്ത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക. കസത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്.
അൽ ബക്രയിലുണ്ട്. ഫഹിയക്കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ എന്നൊക്കെ പറഞ്ഞു. ഖസ്വത്തിന് കാഠിന്യം, ഖാസിയത്തും ഖാസിനാണ്. ഖസായ ഖുസു കഠിനമായി. അതിന്റെ അതിന്റെ കർത്താവ് രൂപമാണെന്ത്? ഖാസിൻ, കഠിനമായത്. അതിന്റെ മുഅന്നസ് ആണെന്ത്? ഖാസിയത്തുൻ. ഖുലൂബ് ബഹുജനമായതുകൊണ്ട് ഖാസിയത്തുൻ എന്ന സ്ത്രീലിംഗ വാക്ക് ഉപയോഗിച്ചു. യുഹർരിഫൂന അൽ കലിമ. യുഹർരിഫൂന എന്താ ഫിഅൽ മാദി? യുഹർരിഫൂനയുടെ ഹറഫ. എന്താ അർത്ഥം? മാറ്റിമറിച്ചു. യുഹർരിഫൂന അൽ കലിമ. അപ്പോ അവരെന്ത് ചെയ്തു? അവര് അള്ളാഹുമായിട്ടുള്ള കരാർ ലംഘിച്ചത് കാരണമായി അവരെ അള്ളാഹ് ശപിച്ചു. പിന്നെന്തായി? ഹൃദയം കടുത്തുപോയി. ഇത് ഭയങ്കര സംഭവം. ഹൃദയം കടുത്തുപോയി. പിന്നെ അവര് ഒരു തെറ്റ് ചെയ്യാനും ഒരു ഉളുപ്പം ഉണ്ടാവില്ല, ഒരു അറപ്പും മടിയും ഉണ്ടാവില്ല എന്ത് തെറ്റ് ചെയ്യാൻ. കാരണം എന്താ? കസത്ത് കൊല്ലുന്നു. അത് ഹൃദയം കട്ടിയായിപ്പോയി. യുഹർരിഫൂന കലിമ അൻ മവാദിഇഹി. പിന്നീട് അവർ ചെയ്യുന്ന കാര്യമാണ് യുഹർരിഫൂന കലിമ. കലിമിന്റെ മുഫ്രദ് എന്താണ്? കലിമത്തുൻ. കലിമത്തുൻ, കലിമുൻ. അതേപോലെ കലിമത്തിന് വേറൊരു ബഹുവചനമുണ്ട്, കലിമാത്തുല്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കലിമാത്ത് ഉണ്ട്, അതേപോലെ കലിമുണ്ട്. അൻ മവാദിഇഹി. മവാദിന്റെ ഫേല് മാദി എന്താണ്? വലയുടെ എന്ത് ബന്ധം മവാദിയുമായിട്ട്? ഇസ്മുൽ മഫ്ഊലല്ലേ? മഫൂലല്ല, മക്കാൻ. മൗദി അതിന്റെ ബഹുജനമാണ് മവാദി. മൗദി വെച്ച സ്ഥലം. മറ്റെന്താണ്? വാദി മൗദൂ വെക്കപ്പെട്ടത്. ഇസ്മു മഫ്ഊല് മൗദൂ ആണ്. മൗദി വെച്ച സ്ഥലം അല്ലെങ്കിൽ സ്ഥാനം. യുഹർരിഫുൽ കലിമ അൻ മവാദിഇഹി. അതിന്റെ സ്ഥാനങ്ങളിൽ നിന്നും അതിനെന്ത് ചെയ്യുന്നു? വ്യതിചലിപ്പിക്കുന്നു, തെറ്റിപ്പിക്കുന്നു. വനസൂ ഹള്ളം മിമ്മാ ദുക്കിറൂ ബിഹി. നസൂവിന്റെ ഫിഅൽ മാദി നസിയ. കർത്താവ് നാസിൻ. നമ്മളെപ്പോലുള്ള നാസ്. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മറന്നു പോകുന്നു. അതെന്താണ് നാസ് എന്ന് വിളിക്കുന്നത്? യാ അയ്യുഹൻ നാസ്, മറക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ അടിസ്ഥാന സംഗതിയാണ് മറവി. മനുഷ്യനോടൊപ്പം ഉള്ള കൂടപ്പിറപ്പാണ്. എന്താ നാസ് എന്ന് വിളിക്കുന്നത്? ഹള്ളെന്താണ്? ഭാഗം. അതിൽ ഓർമ്മിപ്പിക്കപ്പെട്ടതിൽ പലതും അവര് മറന്നു കളഞ്ഞു. ولا تزال تطلع على خائنة منهم. لا تزال ഏതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്? മാസാലയുടെ രൂപഭേദമാണ്. ഏതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്? ഇന്നയുടെ സഹോദരിയാണോ കാനയുടെ സഹോദരിയാണോ നോക്കുകയാണെങ്കിൽ ഇന്നയുടെ സഹോദരിമാര് ക്രിയ ആയിരിക്കില്ല. കാനയുടെ സഹോദരി, കാനയുടെ സഹോദരിമാരെല്ലാം ക്രിയകളായിരിക്കും. കാനബാത്ത സാറ അംസാലി സവാൽ മാദാമ, അതേപോലെ മാവരി ഹമാസാല. അതെ, അതൊക്കെ എന്താണ്? ക്രിയയാണ്. ലാ തസാലു എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേ ഇരിക്കും. തത്തലു നീ എത്തി നോക്കും. ഇത്തറ എന്ന് പറഞ്ഞാൽ എത്തി നോക്കി അല്ലെങ്കിൽ നോക്കി കണ്ടു. തത്തലു ഇത്തറയാണ് ഫേല് മാറി. അതാണ്
ഫത്തല ഫറആഹു ഇലാ സവാഇൽ ജഹീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തല നോക്കി. അപ്പൊ ലാ തസാലു തത്തലു എന്ന് പറഞ്ഞാൽ നീ നോക്കിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നിനക്ക് കണ്ടുകൊണ്ടേയിരിക്കാം, നീ കണ്ടുകൊണ്ടേയിരിക്കും. യു കീപ് ഓൺ സീയിങ് അലാ ഖായിനത്തിൻ മിൻഹും, അലാ ഖായിനത്തിൻ മിൻഹും, അവരിൽ നിന്നുള്ള ഖായിനത്ത് എന്താ? വഞ്ചന. വഞ്ചന. വഞ്ചകൻ. വഞ്ചന വഞ്ചന. ഖായിനത്ത് വഞ്ചകൻ, അവരിൽ നിന്നുള്ള വഞ്ചകന്മാർ നീ കണ്ടുകൊണ്ടേയിരിക്കും. ഇല്ല ഖലീലൻ മിൻഹും, കുറച്ചു പേരും. ലാത്തസാലു എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടേ ഇരിക്കും എന്നാണല്ലേ? അതെ, ലാത്തസാല് നമ്മള് ഫൈനലിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ ലാ എന്ന് പറയുമ്പോ ലാ തസാലു പ്രകാരം അസാലാണ് അതിന്റെ അസാലാണ്. ലാ തസാലു എന്നത് ഒരു വാക്കാണ്, ഒരു എന്താണ്, ഒരു കോമ്പൗണ്ട് വേർഡാണ്. നെഗറ്റീവ് അല്ല, ലാൽ നെഗറ്റീവ് അല്ല. നെഗറ്റീവ് വേണമെങ്കിൽ നെഗറ്റീവിനെ പറഞ്ഞ് വിശദീകരിച്ച് ചിന്തിക്കാം. പക്ഷേ കാനയുടെ സഹോദരിയാണ്, കാനയുടെ സഹോദരിയായിട്ട് വരുന്നത് ജാല, മാജാല എന്നാണ് അതിന്റെ മാമി പറയുന്നത്, മാജാല. അപ്പൊ എന്താണ് മാജാല എന്ന് പറയുന്നത്? മാ നെഗറ്റീവ് വാക്കുണ്ട്, അതിനോട് ജാല ഉണ്ടാവും. മാജാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീങ്ങിയില്ല. നീങ്ങിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതേ അവസ്ഥ തന്നെ തുടർന്നു. മാജാല കോമ്പൗണ്ട് വേർഡായിട്ട് വരുന്നാൽ അതിന്റെ അർത്ഥം കീപ്പ് ഓൺ, ആയിക്കൊണ്ടേയിരുന്നു, തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ്. അപ്പൊ മാജാലത്തിന്റെ മാവിയാണ്, അതിന്റെ മുതാരി ആകുമ്പോ എന്ത് പറയും? ലാ യസാലു. അപ്പൊ ഇവിടെ തസാലു വന്നത് നീ, ലാ തസാലു തത്തലു, നീ കണ്ടുകൊണ്ടേയിരിക്കും. അലാ ഖായിനത്തിൻ മിൻഹും, അതിൽ നിന്നുള്ള വഞ്ചകനെ. മാവിയോടൊപ്പം മാവിയോടൊപ്പം മാ വരും, മുതാരിനോടൊപ്പം ലാ വരും, അല്ലെങ്കിൽ ലെൻ വരും. നെഗറ്റീവ് വാക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ അത് പോസിറ്റീവ് ആയിട്ടാണ്. അങ്ങനെ ചിന്തിക്കണ്ട, പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നീങ്ങുകയില്ല. ഇല്ലാ ഖലീലൻ മിൻഹും ഫഅഫു അൻഹും. അപ്പൊ എന്ത് ചെയ്യണം? ഫഅഫു അൻഹും, അഫാ യഅഫു, ഫഅഫു, നീ മാപ്പ് നൽകുക. അൻഹും, അവർക്ക്. വസ്ഫഹ്, സഫഹ യസ്ഫഹു, എന്താ അർത്ഥം വന്നിരിക്കുന്നത്? വിട്ടുവീഴ്ച ചെയ്തു. വസ്ഫഹ് അൻഹും, വിശാലമാക്കി. വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ വിശാലത നൽകുക. വൈദാ യാ അയ്യുഹല്ലദീന ആമനൂ തഫസ്സഹു ഫിൽ മജാലിസി, തഫ്സഹു യഫ്സഹില്ലാഹു ലക്കും എന്ന് വന്നിട്ടുണ്ട്. അവിടെ എന്താണ്? അവിടെ വിശാലത നൽകുക എന്നാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ അർത്ഥം കൂടി കൊടുത്തിരിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്തു, വിശാലമാക്കിയെന്നല്ല കേട്ടോ, അത് ടൈപ്പിംഗ് എററാണ്. വിശാലമാക്കിയെന്ന്, വിശാലമാക്കിയെന്നല്ല, വിശാലത നൽകിയെന്ന്. എന്നൊക്കെ പറഞ്ഞു ആ വിശാലത നൽകിയെന്ന്. ഫഅഫു അൻഹും വസ്ഫഹ്, അവർക്ക് മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുഹൃതവാന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മള് ഈ പേജ് അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അടുത്ത പേജ് വരും. ആ പേജ് നാളെ തന്നെ ഇട്ടുതരും. ആ പേജിൽ വർക്ക് ചെയ്യുക. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമായി അറിയാത്ത പദങ്ങൾ കണ്ടെത്തുക. അതുമോടനുബന്ധിച്ച് എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും തന്നിരിക്കുന്നത് 2 എണ്ണം. ഒന്ന്, അള്ളാഹുവിന്റെ മഅയ്യത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നതാണ് ഒരു ചോദ്യം. പിന്നെ എന്ത് പറഞ്ഞു? ഇത്തഖുല്ലാ എന്നതിന് അനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഇത് 2ലും എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല.
കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി കണ്ടെത്തുക. അതിലൊരു ഭാഗം പറഞ്ഞാൽ അങ്ങ് അറ്റം എന്നല്ല, വർക്ക് ചെയ്യുക. ഒരു 5 to 10 സംഗതികൾ കണ്ടെത്തുക. ഒരു 5 പോയിന്റെങ്കിലും കണ്ടെത്തുക. രണ്ടിലെയും അള്ളാഹുവിന്റെ ഇത്തഖുള്ള എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ എവിടെയെല്ലാം, അതേപോലെ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹ് ഒപ്പമുണ്ടാകും എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ മഅി എന്ന് വന്നിട്ടുണ്ടാവും, ഇന്നല്ലാഹ മഅന എന്ന് വന്നിട്ടുണ്ടാവും, ഇന്നല്ലാഹ മഅക്കും എന്ന് വന്നിട്ടുണ്ടാവും. അപ്പോ അള്ളാഹുവിന്റെ മഅയ്യത്ത്, സാമീപ്യം ഉണ്ടാകുന്നത് എപ്പോൾ എന്ന് 5 സന്ദർഭങ്ങൾ കണ്ടെത്തുക. ഇത്തഖുള്ള എന്ന് പറഞ്ഞ 5 സന്ദർഭങ്ങൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ വായിക്കാനും പഠിക്കാനും അതിൽ ചിന്തിക്കാനും അതിൽ പ്രവർത്തിക്കാനും അത് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനും അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി